നമസ്കാരം. സ്ഥലം മാറ്റം ലഭിച്ച ഒരു എംപ്ലോയിയെ എങ്ങനെയാണ് സ്പാർക്കിൽ നിന്നും റിലീവ് ചെയ്യുന്നത് എന്ന് മറ്റൊരു വീഡിയോയിലൂടെ വർക്കിംഗ് ക്ലാസ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ സ്ഥാനക്കയറ്റത്തോടെ സ്ഥലം മാറ്റം ലഭിക്കുന്ന ഒരു ജീവനക്കാരനെ എങ്ങനെയാണ് മറ്റൊരു ഓഫീസിലേക്ക് റിലീവ് ചെയ്യിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഇതിനും നമ്മൾ രണ്ട് കാര്യങ്ങൾ സ്പാർക്കിൽ ചെയ്യേണ്ടതുണ്ട്. അതിനായി നമുക്ക് നേരെ സ്പാർക്കിലേക്ക് കടക്കാം. Working class. ഇത് ഒരു ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോഗിനാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ട്, ഇദ്ദേഹത്തെ ഈ ഓഫീസിൽ നിന്നും ആ പുതിയ ഓഫീസിലേക്ക് റിലീവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. രണ്ടും നമ്മൾ ചെയ്യേണ്ടത് സർവീസ് മാറ്റേഴ്സിലാണ്. ഞാനിവിടെ സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്നുള്ളതിൽ പ്രൊമോഷൻ ഓർഡർ ഗസറ്റഡ് റിലീവിംഗ് CTC എൻ്റർ പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് നോൺ ഗസറ്റഡ്. ഇവിടെ ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരൻ്റെ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റർ പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തു, ഓഫീസ് സെലക്ട് ചെയ്തു, പ്രൊമോഷൻ ഓർഡർ ടൈപ്പ് ഇവിടെ പ്രൊസീഡിങ്സ് ആണ് ഡിഫോൾട്ടായി കിടക്കുന്നത്. പ്രൊസീഡിങ്സ് മുഖാന്തരമാണ് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ വന്നിരിക്കുന്നത്. ആക്ഷൻ പ്രൊമോഷനാണോ റിവേർഷനാണോ എന്നുള്ളതാണ്. പ്രൊമോഷൻ തന്നെയാണ് അവിടെ സെലക്ഷനായി കിടക്കുന്നത്, റിവേർഷൻ അല്ല. റിവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, താഴ്ന്ന തസ്തികയിലേക്കുള്ള തിരിച്ചുപോക്ക്. എന്നാൽ ഇവിടെ ഉയർന്ന തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റമായതുകൊണ്ട് പ്രൊമോഷൻ തന്നെ അവിടെ സെലക്ട് ചെയ്യുന്നു. പ്രൊമോഷൻ ഓർഡർ നമ്പർ നമ്മൾ കൊടുക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ആ പ്രൊമോഷൻ ഓർഡർ നമ്പറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത്. പ്രൊമോഷൻ ഓർഡർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് പ്രൊമോഷൻ ഓർഡർ ഡേറ്റ് ആണ്. ആ ഓർഡറിന് ഒരു ഡേറ്റ് ഉണ്ടാകുമല്ലോ, ആ പ്രൊസീഡിങ്സിന് ഒരു ഡേറ്റ് ഉണ്ടാകും. ആ ഡേറ്റാണ് നമ്മൾ എഴുതുന്നത്. ആ ഓർഡറിലുള്ള ഡേറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്തു. ഇവിടെ സബ് സീരിയൽ നമ്പറാണ്, അത് നമ്മൾ എൻ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല, എങ്കിൽ നമ്മൾ ഒന്ന് എൻ്റർ ചെയ്തു. അടുത്തതായി ഓഫീസ് സെലക്ട് ചെയ്യുന്നു. ഫ്രം ഓഫീസ്, ഏത് ഓഫീസിൽ നിന്നാണോ അദ്ദേഹം പോകുന്നത്, ഇപ്പോഴത്തെ കറണ്ട് ഓഫീസ്, നമ്മുടെ ഓഫീസിൻ്റെ പേരായിരിക്കും അവിടെ സെലക്ഷനായി വരുന്നത്, സെലക്ട് ചെയ്തു. അതിനുശേഷം ഡെസിഗ്നേഷൻ, ഇദ്ദേഹം ഏത് തസ്തികയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. ആ തസ്തിക നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഓഫീസിലുള്ള തസ്തികകൾ മാത്രമേ ഇവിടെ വരികയുള്ളൂ. അതിൽ നിന്നും ഈ കൺസേൺഡ് എംപ്ലോയി ഏത് തസ്തികയിലുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തസ്തിക നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ പെൻ നമ്പർ, നമ്മൾ ആ തസ്തികയിലുള്ള എല്ലാ ജീവനക്കാരുടെയും പെൻ നമ്പർ ഇവിടെ ഉണ്ടാകും. ഇവിടെ ആ തസ്തികയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രം പെൻ നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സർവീസ് കാറ്റഗറി സ്റ്റേറ്റ് സബോർഡിനേറ്റ് ആണ്. ഇദ്ദേഹം ഗസറ്റഡ് ആയിരുന്നുവെങ്കിൽ ഇവിടെ ഗസറ്റഡ് നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. ഇവിടെ സ്റ്റേറ്റ് സബോർഡിനേറ്റ് ആണെന്ന് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഓട്ടോമാറ്റിക്കായി സ്റ്റേറ്റ് സബോർഡിനേറ്റ് തന്നെ വരും. നെറ്റ് ഓഫീസാണ്, ഇനി ചെല്ലാൻ പോകുന്ന ഓഫീസിൻ്റെ ഡീറ്റെയിൽസാണ്. ഇവിടെ ആദ്യം സെലക്ട് ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മൾ ആ ജില്ല സെലക്ട് ചെയ്യുന്നു. ഏത് ജില്ലയിലേക്കാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ലഭിച്ചത് ആ ജില്ല സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ജില്ലയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സെലക്ട് ചെയ്യുന്നു. ആ ഓഫീസ് ഇവിടെ ഉണ്ടാകും. ഞാൻ ആ ഓഫീസ് സെലക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഓർഡറിലുണ്ടാകും അദ്ദേഹത്തിന് ഏത് ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തോടുകൂടി സ്ഥലം മാറ്റം കിട്ടിയതെന്ന്. അവിടെ അദ്ദേഹത്തിൻ്റെ സർവീസ് കാറ്റഗറി എന്താണ്, അവിടെ അദ്ദേഹം ഒരു ഗസറ്റഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് ഗസറ്റഡ് സെലക്ട് ചെയ്യാം. എന്നാൽ ഇവിടെ സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസിൽ നിന്നും സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസിൽ തന്നെയുള്ള ഒരു പോസ്റ്റിലേക്കാണ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുള്ളത്, അതുകൊണ്ട് സ്റ്റേറ്റ് സബോർഡിനേറ്റ് തന്നെ സെലക്ട് ചെയ്യുന്നു. അവിടുത്തെ ന്യൂ ഡെസിഗ്നേഷൻ, തീർച്ചയായും ഇദ്ദേഹം പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് ഇദ്ദേഹത്തിന് മറ്റൊരു ഡെസിഗ്നേഷൻ ആയിരിക്കും, ഇവിടെ ഉള്ള ഡെസിഗ്നേഷൻ ആയിരിക്കത്തില്ല. ആ ഡെസിഗ്നേഷൻ ഏതാണെന്ന് ആ ഓർഡറിലുണ്ടാകും. ആ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ആ തസ്തിക ഇവിടെ ഉണ്ട്. ആ തസ്തികയുടെ സ്കെയിൽ ഓഫ് പേ നമ്മളൊന്ന് നോക്കണം. കാരണം ഇദ്ദേഹത്തിൻ്റെ ഓർഡറിലുള്ള സ്കെയിൽ ഓഫ് പേ തന്നെയാണോ എന്ന് നോക്കണം. ചിലപ്പോൾ ഒരേ തസ്തികയിലായിരിക്കും, പക്ഷേ ഹയർ ഗ്രേഡൊക്കെ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കെയിൽ ഓഫ് പേയിലേക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഓർഡറിൽ ഉള്ള സ്കെയിൽ ഓഫ് പേ ഏതാണെന്ന് നോക്കി അത് തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തു. എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ന് മുതലാണ് ഇദ്ദേഹത്തിനത് എഫക്റ്റീവ് ആകുന്നതാണ്. നമ്മൾ എന്നാണോ അദ്ദേഹത്തെ റിലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്യുകയാണ്. എഫക്റ്റീവ് ഡേറ്റ് എൻ്റർ ചെയ്തു. റിമാർക്സ് എന്നുള്ളിടത്ത് നമ്മൾ പ്രൊമോട്ടഡ് എന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. എൻ്റർ ചെയ്തു. നമ്മളിവിടെ ഇൻസെർട്ട് ചെയ്യുകയാണ്. ആർ യു ഷുവർ ടു പ്രൊസീഡ്, ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇവിടെ ഗവൺമെൻറ് ഓർഡേഴ്സ് ടു റീഡ് വിത്ത് ആണ്. സർക്കാർ ഉത്തരവുകൾ പ്രകാരമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നള്ളെന്ന് എഴുതുകയാണ്. അതിനുശേഷം ഓർഡർ ടു ബി കൺവേഡ്, ഇത് ആർക്കൊക്കെ ഈ ഓർഡറിൻ്റെ കോപ്പി ചെല്ലണമെന്നുണ്ടെങ്കിൽ അവരെല്ലാം നമുക്കിവിടെ സൂചിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം കൺഫേം ചെയ്യുകയാണ്. കൺഫേം ചെയ്യുന്നു. ഡേറ്റ വൺസ് സേവ്ഡ് കനോട്ട് ബി റിവേർട്ടഡ്, ആർ യു ഷുവർ ടു പ്രൊസീഡ് എന്നാണ്. ഓക്കെ കൊടുത്തു. ഡേറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി, ഓക്കെ കൊടുത്തു.
അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഈ പ്രൊമോഷൻ ഓർഡറിൽ എന്തെങ്കിലും തെറ്റുണ്ട് നമുക്ക് ബോധ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്യാൻസൽ പ്രൊമോഷൻ ഓർഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ ക്യാൻസൽ പ്രൊമോഷൻ ഓർഡർ ആണെങ്കിൽ നമ്മൾ ക്യാൻസൽ പ്രൊമോഷൻ ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. ക്യാൻസൽ ചെയ്തിട്ട് ആദ്യം മുതൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ എന്തായി, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തെറ്റൊന്നും വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇദ്ദേഹത്തെ റിലീവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി വീണ്ടും സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേഷൻ തന്നെ എടുക്കുന്നു. അതിൽ ഞാനിവിടെ റിലീവ് ഓൺ പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ കൊടുക്കുകയാണ്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു, ഓഫീസ് സെലക്ട് ചെയ്തു, എംപ്ലോയിയെ സെലക്ട് ചെയ്തു. നമുക്കറിയാം നമ്മൾ ഒരാളുടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ എംപ്ലോയിയാണ് ഇവിടെ സെലക്ഷന് വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇദ്ദേഹത്തെ റിലീവ് ചെയ്യാൻ പോവാണ്. റിലീവിങ് ഓൺ പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ആണ് നമ്മൾ റിലീവ് ചെയ്യാൻ പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, ഡെസിഗ്നേഷൻ ഇതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് പേ ചേഞ്ച് വന്നിട്ടുണ്ട്. റിലീവിങ് ഡേറ്റ് നമ്മളിവിടെ കൊടുക്കുകയാണ്. നമ്മുടെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തെ എന്നാണോ നമ്മൾ റിലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം കൊടുക്കുന്നു. ആ ഡേറ്റ് കൊടുത്തു. പ്ലീസ് എൻ്റർ ഫോർനൂൺ ഓർ ആഫ്റ്റർനൂൺ നമ്മളിവിടെ ഓക്കെ കൊടുത്തു. ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ? നമ്മൾ ആഫ്റ്റർനൂണിലാണ് അദ്ദേഹത്തെ റിലീവ് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർനൂൺ കൊടുത്തു. റിലീവിംഗ് ഓർഡർ നമ്പർ, നമ്മുടെ ഓഫീസിൽ നിന്നും ഒരു റിലീവിംഗ് ഓർഡർ നമ്പർ ഉണ്ടായിരിക്കുമല്ലോ, ആ നമ്പറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. നമ്പർ കൊടുത്തു. ഇനി ഇവിടെ ജോയിനിങ് ടൈം ഉണ്ടോ എന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടതാണ്. ജോയിനിങ് ടൈമുമായി ബന്ധപ്പെട്ട വിശദമായൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയും. ഇവിടെ ഇദ്ദേഹത്തിന് പ്രൊമോഷനാണ് വന്നിരിക്കുന്നത്. ആ പ്രൊമോഷൻ ട്രാൻസ്ഫറിന് ഇദ്ദേഹത്തിന് ആക്ച്വൽ ജേർണി ടൈമും എടുക്കാം, അതുപോലെ തന്നെ 6 ദിവസത്തെ പ്രിപ്പറേഷൻ ടൈമും എടുക്കാം. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ഞാൻ 7 ദിവസം ജോയിനിങ് ടൈം നൽകുകയാണ്. 1 ദിവസം ജേർണി ടൈമും അതുപോലെ 6 ദിവസത്തെ പ്രിപ്പറേഷൻ ടൈമും കൊടുക്കുന്നു. അങ്ങനെ ആകെ 7 ദിവസം ജോയിനിങ് ടൈം എൻ്റർ ചെയ്തു. ബാക്കിയെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ്, ഡെസിഗ്നേഷൻ, ട്രാൻസ്ഫർ ഓർഡർ ഡേറ്റ്. ട്രാൻസ്ഫർ ഓർഡർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അല്ല പ്രൊസീഡിങ്സിലുള്ള അതേ ഡേറ്റ് തന്നെയാണ്. ട്രാൻസ്ഫർ ഓർഡറിൻ്റെ നമ്പർ, റിമാർക്സ്, പ്രൊമോട്ടഡ്. ഇവിടെ വെദർ പാർട്ട് സാലറി ടു ബി പ്രോസസ്ഡ്, ഇവിടെ നോ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് പാർട്ട് സാലറി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ പ്രിൻ്റ്, ഡ്രാഫ്റ്റ്, ഓർഡർ വേണമെങ്കിൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കൺഫേം ആൻഡ് അപ്ഡേറ്റ് ഡേറ്റ കൊടുക്കാം. ഞാൻ സെലക്ട് ചെയ്തു. ദിസ് വിൽ അപ്ഡേറ്റ് ദ ഡേറ്റ പെർമനൻ്റ്ലി വിച്ച് കനോട്ട് ബി റിവേഴ്സ്ഡ്. ക്ലിക്ക് ഓക്കെ ഇഫ് യു ആർ ഷുവർ. ഓക്കെ കൊടുത്തു. ഡേറ്റ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്. ഓക്കെ. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും വിടുതൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ ട്രാൻസിറ്റിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയ ഓഫീസിലുള്ള ക്ലർക്ക് അദ്ദേഹത്തെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അതവിടെ അദ്ദേഹം ചെയ്തുകൊള്ളും. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഉള്ള ഒരു എംപ്ലോയിയുടെ റിലീവിംഗ് ഓർഡർ ജനറേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ശരിക്കും പുതിയ ആൾക്കാർക്ക് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നൊരു വീഡിയോയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പരമാവധി ആൾക്കാർക്ക് കിട്ടുന്ന തരത്തിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.